എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് വിത്ത് ചിൽഡ്രൻ ആസ് ദേ ആർ ദ ഫ്യൂച്ചർ. വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. നമ്മളൊക്കെ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയായിരിക്കാം നമ്മൾ ഒരു പക്ഷേ ഒരുപാട് കഷ്ടപ്പെടുന്നത്, സമ്പാദിക്കുന്നത്. അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാനായിട്ട് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല ഒരു താമസ സ്ഥലം നമ്മൾ കൊടുക്കുന്നുണ്ട്, കാശ് അവർക്ക് വേണ്ടി സമ്പാദിക്കുന്നുണ്ട്, അവരുടെ ഭാവിക്ക് വേണ്ടി നമ്മളത് സേവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല എഡ്യൂക്കേഷൻ, നല്ലൊരു വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാനായിട്ട് എല്ലാ എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മിക്ക മാതാപിതാക്കളും, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് മിക്ക മാതാപിതാക്കളും വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരോടൊപ്പം സംസാരിക്കുക, അവരോടൊപ്പം കളിക്കുക, അവരോടൊപ്പം ചിരിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പങ്കിട്ട് കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു എന്താ പറയുന്ന ഒരു ബോണ്ടിങ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക മാതാപിതാക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ ഒരു പക്ഷേ നാളെ ഒരു കാലത്ത് അവർ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ഉണ്ടാവുമായിരിക്കും. അവരും അവരുടെ ജീവിതത്തിൽ ഓരോ തിരക്കുമായിട്ട് അവർ മുന്നോട്ട് പോകും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കാൻ പറ്റുന്നത് അവർ കുട്ടിയായിരിക്കുമ്പോഴാണ്. എന്നുവെച്ചാൽ മുതിർന്ന ഒരാളായി വളർന്ന് വരെ. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് മിക്ക മാതാപിതാക്കളും അവരുടെ ഓരോരോ തിരക്കിലായിരിക്കാം. അപ്പം അതെല്ലാം മാറ്റിവെച്ച് എല്ലാ ദിവസവും ഒരു അല്പസമയമെങ്കിലും കുട്ടികളുടെ കൂടെ നമ്മൾ ചെലവഴിച്ചാൽ അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരത്തിലൂടെ തന്നെ നമുക്ക് ഒരു എന്താ പറയുക നല്ലൊരു സ്നേഹബന്ധം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിവിടെ വളരെ പ്രസക്തമാണെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കുട്ടികൾ, പല ആളുകളും അവർക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കുട്ടികൾ പലതും വഴിതെറ്റി പോകുന്നു എന്നുള്ളത്. അപ്പം അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കൂളിലോ കോളേജിലോ ഒക്കെ അതിന് ഉപദേശവും ക്ലാസ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിനും അപ്പുറം ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആ കുട്ടിയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മുടെ കുട്ടികളെല്ലാവരും നല്ല കുട്ടികൾ തന്നെയാണ്. അവരെ പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റാർക്കും അത് സാധിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ഇന്നു മുതൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ സമയം നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കട്ടെ. അതുവഴി അവർക്കും നമുക്കും നല്ലൊരു തമ്മിലൊരു ബന്ധം ഉണ്ടാകട്ടെ. അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളർത്തിയെടുക്കാനുള്ള സമയം ഇനിയും വൈകിട്ടില്ല എന്ന് വിശ്വസിക്കുക. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി സാധിക്കട്ടെ. നല്ല കുട്ടികളെ നമുക്ക് ഭാവിയിലേക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.